എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്ക് വെച്ചിട്ടൊരു ഷേക്ക് കേട്ടോ. അപ്പോൾ കടയിലൊക്കെ പോയി കഴിക്കണം അതേ ടേസ്റ്റിലല്ല, അതിലും നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ചിക്ക് കൊണ്ട് ഷേക്ക് അടിക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ 5 ചിക്ക് കൊടുത്തിങ്ങനെ അത് ആദ്യം വൃത്തിയിലൊന്ന് കഴുകി അതിൻ്റെ കുരും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിനെ കാമ്പ് മാത്രമാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ പഴുത്ത ചിക്ക് വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതിനൊക്കെ ഷേക്കും കൂടിയൊക്കെ അടിച്ചാലോ. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം വൃത്തിയാക്കി എടുത്തുകണ്. ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീട്ടിൽ വെച്ചാൽ നമ്മൾ ഷേക്ക് അടിക്കുന്നതുകൊണ്ട് നമുക്കിതിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഈത്തപ്പഴം അതുപോലെ തന്നെ 2-4 ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് പാകത്തിന് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഷേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരം വേണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ചും കൂടി പാല് ചേർത്തിട്ട് നല്ലതുപോലെ ആദ്യം അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഷേക്കിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമുള്ള ഉൾക്കാണെങ്കിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് അരിഞ്ഞിക്കണേ. ഇനി അതിലേക്ക് ബാക്കിയുള്ള കട്ടപ്പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി ഞാൻ കരുതി. അപ്പോൾ ഒന്നുകൂടി തിക്നെസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഒരു പാല് 1/2 ലിറ്റർ പാല് ഞാൻ കട്ടാക്കിയത് ഫുള്ളായിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഷേക്ക് ഇവിടെ റെഡി ആക്കിയിട്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലെങ്കിൽ നല്ല തിക്കിൽ നമ്മൾ ഷേക്ക് നല്ല അടിപൊളിയായിട്ട് റെഡി ആക്കി കിട്ടും. അപ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷേക്ക് പെർഫെക്റ്റായിട്ട് ഭയങ്കര ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മുകളിൽ കുറച്ച് ഐസ്ക്രീമും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണേ. ഇനി അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ കഷ്ണം അതുപോലെ ഒരു ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വെച്ചിതൊന്ന് അലങ്കരിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ അടിപൊളി ഷേക്ക് ഇവിടെ റെഡി ആയിക്കണം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ എന്നും പറയുന്ന മരത്തിന് കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. ഇന്നൊന്ന് പ്രോത്സാഹിപ്പിക്കാനും മറക്കരുതേ.